ഉണ്ടാവും. ഈ ജോസഫിന്റെ ഇടപാടിലല്ലേ കഴിഞ്ഞ തവണ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്നായിരുന്നു നീ പറഞ്ഞത്? അത് സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിരിക്കുക. ബാങ്കുകാരുടെ ഇടപാടല്ലേ ഇത്. പിന്നെ അതൊന്നും വേണ്ട. ജോസഫ് എന്നെ ഒരു പ്രൈവറ്റ് CC അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരത്തൊക്കെ ഈ റെന്റേക്കാരന് നല്ല ഡിമാൻഡാ. അത്യാവശ്യം CC അടഞ്ഞു പോകും. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അതൊന്നും പറ്റില്ല. സീറ്റിൽ ആൾക്കാർക്ക് ഇരിക്കാനല്ല. ഇത് തനിക്കുള്ളതാണോ എന്നമ്മ പറയുന്നു. കുറിച്ച് മാറ്റി തൽക്കാലം ചിന്തിക്കുന്നില്ല. പിന്നെ കാറ് വാങ്ങിക്കുന്നതും ഫ്ലാറ്റ് വാങ്ങിക്കുന്നതൊക്കെ നീയും ജോസഫ് കൂടെ തീരുമാനിച്ചതല്ലേ? പയ്യെ തിന്നാ പനയും തിന്നാന്ന് പണ്ടുള്ളൊരു ാനുള്ള യോഗ അച്ഛനില്ല. അടുത്ത പ്രാവശ്യം ഞാൻ എന്റെ കാറുമായിട്ട് വരുമ്പോ ഞാൻ അവിടെ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് നടന്നു കയറിക്കോളാം. ഓ മതി, താലപ്പൊലിയായിട്ട് ഞാൻ വന്ന് നിന്നോളാം. ഒന്ന് പോണായിരുന്നു. എല്ലാ പ്രാവശ്യം വന്നു പോകുമ്പോ ഈ വഴക്കൊരു പതിവാ. കാറ് വാങ്ങുന്ന കാര്യം ഞങ്ങളോട് അറിഞ്ഞില്ല. അച്ഛനെ പിന്നെ എന്തിനാ വെറുതെ? അതേടി, ഈ വഴക്കും ബഹളവും ഒന്നും ഇല്ലാതെ വീട്ടിൽ അച്ഛനെ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോകുന്നത് ഒരു പ്രയാസം. ഒരു യാത്ര പറച്ചിലിനേക്കാൾ അച്ഛനും ഇഷ്ടം ഇതാ. ഇന്ന് മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നതല്ലോ. എഴുതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അത് പാടണ്ടേ. ഇപ്പൊ ഒന്ന് പാടിത്തന്ന. ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഇരുത്തി അങ്ങ് പഠിപ്പിക്കാം. കാറ്റുവെളിയുടെ കണ്ണമ്മ കാതലെ എണ്ണി കളിക്കിன்றേ അമുതൂറ്റിനെ അമുതൂറ്റിൻ. എന്താ ഇത്?